നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എബൌട്ട് ടുവിനെ പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ എബൌട്ട് ടു സ്ലൈഡിൽ ഞാനൊരു സെൻറ്റൻസ് എഴുതിയിരിക്കുകയാണ്. അത് ഏത് ടെൻസിലാണെന്ന് നിങ്ങൾ പറയണം. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം. ഐ ആം എബൌട്ട് ടു ക്ലീൻ മൈ റൂം. സോ അപ്പം നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾക്ക് ടെൻസുകളെ പറ്റി ചെറിയൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങളൊന്ന് ആശയപരമായിട്ട് ചിന്തിച്ചിട്ട് അത് ഏത് ടെൻസിലാണ് ആ സെൻറ്റൻസ് പോകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ചിന്തിച്ചിട്ടൊന്ന് പറഞ്ഞേ നോക്കാം. ഐ ആം എബൌട്ട് ടു ക്ലീൻ മൈ റൂം. ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ. അതെ, ഫ്യൂച്ചർ ടെൻസ് എന്നാണ് ആരെങ്കിലും പറഞ്ഞതെങ്കിൽ കറക്റ്റാണത്. ഫ്യൂച്ചർ ടെൻസിലെ സെൻറ്റൻസാണ്. അതായത് ആ സെൻറ്റൻസിന് മലയാളം ആശയം എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റൂം ക്ലീൻ ആക്കാൻ പോവുകയാണ് എന്നൊരു ആശയമാണ് ആ സെൻറ്റൻസിലുള്ളത്. അതായത് ഐ ആം എബൌട്ട് ടു ക്ലീൻ മൈ റൂം, അതായത് ഞാൻ എൻ്റെ റൂം ക്ലീൻ ആക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. സോ അപ്പോൾ തന്നെ ആ സെൻറ്റൻസിൽ എബൌട്ട് ടു എന്ന് പറയുന്ന ആ ഫ്രേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ, എബൌട്ട് ടു. സോ അപ്പോൾ എബൌട്ട് ടു ആ സെൻറ്റൻസ് കൊടുക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ, അതായത് തൊട്ട് അടുത്ത നിമിഷം, അതായത് ഒരു മണിക്കൂറോ 5 മിനിറ്റോ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആ സമയത്തിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റൻസുകളിൽ എബൌട്ട് ടു നമ്മൾ ചേർക്കുന്നത്. സോ അപ്പോൾ ഈ സെൻറ്റൻസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഐ ആം എബൌട്ട് ടു ക്ലീൻ മൈ റൂം എന്ന് വെച്ചാൽ ഞാൻ ഉടനെ തന്നെ വിത്തിൻ 5 മിനിറ്റ്സോ 1 മണിക്കൂറോ ഉടനെ തന്നെ ഞാൻ എൻ്റെ റൂം വൃത്തിയാക്കും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം പറയുന്നത്. സോ അപ്പോൾ എബൌട്ട് ടു കൊടുക്കുന്ന ആശയം എന്താണെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എബൌട്ട് ടു നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. സോ അപ്പോൾ ഓർത്തിരിക്കുക, എബൌട്ടിന് വേറൊരു അർത്ഥമുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പോൾ എബൌട്ട് ടു എന്ന് പറയുന്ന ആ ഫ്രേസ് അത് നിങ്ങൾ സെൻറ്റൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ, അതായത് തൊട്ടടുത്ത നിമിഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ആശയം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എബൌട്ട് ടു നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കുന്നത്. സോ അതേപോലെ തന്നെ വെരി സൂൺ, അതായത് അതാണ് ഞാൻ ജസ്റ്റ് താഴെ എഴുതിയിരിക്കുന്നത്. വെരി സൂൺ, അതായത് 2 ദിവസമോ ഒരാഴ്ചയോ 1 മാസമോ 2 മാസമോ അതിനിടയിൽ സംഭവിക്കുന്ന, അതായത് വെരി സൂൺ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുവാനും ചില സമയത്ത് നമ്മൾ എബൌട്ട് ടു നമ്മൾ സെൻറ്റൻസുകളിൽ ചേർക്കാറുണ്ട്. സോ അപ്പോൾ ഈ 2 റീസൺസും ഈ 2 ആശയവും നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ഇങ്ങനത്തെ അതായത് എബൌട്ട് ടു വെച്ച് വരുന്ന സെൻറ്റൻസുകൾ ഒരുപാട് നിങ്ങൾ കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. മൂവീസിലായാലും സീരീസിലായാലും കോൺവെർസേഷനുകളിലായാലും ബുക്സുകളിലായാലും എബൌട്ട് ടു വെച്ച് വരുന്ന ആ എക്സ്പ്രഷൻ നിങ്ങൾ കേൾക്കുവാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. സോ ആ നിമിഷം നിങ്ങൾ വേറൊരു ആശയത്തിലോട്ട് പോകില്ല, വേറൊരു അർത്ഥം ആ സെൻറ്റൻസിന് കൊടുക്കല്ലേ. നമ്മളിപ്പോൾ ആ സെൻറ്റൻസ് തന്നെ കണ്ടില്ലേ, നമുക്ക് ആ എബൌട്ട് ടുവിൻ്റെ ആശയം എന്തെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ വേറെ എന്തോ ചിന്തിച്ചു പോകും ആ സെൻറ്റൻസിൽ. സോ അപ്പോൾ അതേപോലെ മിസ്റ്റേക്കുകൾ സംഭവിക്കരുത്. അപ്പോൾ എബൌട്ട് ടു എന്താണ് ആ സെൻറ്റൻസിൽ ആശയം കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ സെൻറ്റൻസ് കൂടെ വായിക്കണം. സോ അതായത് ഈ സെൻറ്റൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ എബൌട്ട് ടു കൊടുക്കുന്നത് എന്താണ് ആശയം എന്നുള്ളത്. അതായത് ഐ ആം എബൌട്ട് ക്ലീൻ മൈ റൂം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റൂം ക്ലീൻ ആക്കാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ ആശയം. സോ അപ്പോൾ അത് ഓർത്തിരിക്കുക, എബൌട്ട് ടുവിൻ്റെ ആശയം ഓർത്തിരിക്കുക. ഞാൻ താഴെ എഴുതിയിരിക്കുന്നത് ജസ്റ്റ് എബൌട്ട് ടുവിൻ്റെ ആ സ്ട്രക്ചറാണ്. അതായത് സബ്ജക്റ്റും പ്രസൻറ്റ് ടെൻസിലുള്ള സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടു ബിയുടെ പ്രസൻറ്റ് ടെൻസിലെ ഫോമായ ആം, ആർ, ഈസ്, അത് വെച്ചുള്ള സ്ട്രക്ചറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതൊന്നും കണ്ട് ആരും പേടിക്കണ്ട. ജസ്റ്റ് നമുക്ക് നോക്കാം. ഐ ആം എബൌട്ട് ടു, അത് കഴിഞ്ഞിട്ട് വെർബായിരിക്കും വരുന്നത് സെൻറ്റൻസിൽ. അതേപോലെ തന്നെ യു ആർ എബൌട്ട് ടു, അത് കഴിഞ്ഞ് സെൻറ്റൻസിൽ വരുന്ന വെർബായിരിക്കും. നമ്മൾ സെൻറ്റൻസിലോട്ട് കിടക്കാം, ജസ്റ്റ് ആ സ്ട്രക്ചർ ഒന്ന് പറയുന്നതേ ഉള്ളൂ. അതേപോലെ ഷീ അല്ലെങ്കിൽ ഹീ ഈസ് എബൌട്ട് ടു, അത് കഴിഞ്ഞ് വെർബ്. അതേപോലെ വി ആർ എബൌട്ട് ടു, അത് കഴിഞ്ഞ് വെർബ്. അതേപോലെ ദേ ആർ എബൌട്ട് ടു, അത് കഴിഞ്ഞ് വെർബ്. ഇങ്ങനെയായിരിക്കും നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ സാധാരണയായിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ജസ്റ്റ് ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറാം. നമ്മൾ ഡെയിലി സംസാരിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഒന്നാമത്തെ നോക്കാം. ക്യാൻ ഐ കോൾ യു ബാക്ക്, ഐ ആം എബൌട്ട് ടു ഗോ ഔട്ട്. ഇത് ഒരു കോൺവെർസേഷനിലെ സെൻറ്റൻസ് ആണ്. അതായത് എനിക്ക് താങ്കളെ വിളിക്കുവാൻ സാധിക്കുമോ, ഐ ആം ഗോയിങ് ടു ഗോ ഔട്ട്, ഞാൻ പുറത്തോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ എബൌട്ട് ടു ചേർത്തിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ഞാൻ ഉടനെ തന്നെ പുറത്തോട്ട് പോകും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എബൌട്ട് ടു നമ്മൾ സെൻറ്റൻസുകൾ ചേർത്തിരിക്കുന്നത്. സോ ഇതേപോലത്തുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺവെർസേഷൻ ബുക്കുകളിലായാലും മൂവീസിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, പല രീതിയിലാണ് ഓരോരുത്തർ സംഭാഷണങ്ങൾ എഴുതുന്നത്. അത് ഓരോ റൈറ്റേഴ്സിൻ്റെ ആ ഒരു ശൈലി അനുസരിച്ചാണ് ആ സിനിമയിലെ സംഭാഷണങ്ങളൊക്കെ വരുന്നത്. ചിലവർ ഓൾഡ് ഇംഗ്ലീഷിൽ സിനിമ റൈറ്റ് ചെയ്യും, അതേ സംഭാഷണങ്ങളിൽ
നമ്മളിപ്പോൾ പഠിക്കുന്ന ഇംഗ്ലീഷേ ആയിരിക്കത്തില്ല. 2 ഇംഗ്ലീഷുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഓൾഡ് ഇംഗ്ലീഷുണ്ട്, നമ്മളിപ്പോൾ പഠിക്കുന്ന മോഡേൺ ഇംഗ്ലീഷാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മാത്രമേ നമ്മൾ കേൾക്കുന്നത് മൊത്തം മോഡേൺ ഇംഗ്ലീഷാണ്. നമ്മൾ ഇംഗ്ലീഷൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിനനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ എബൌട്ട് ടു വെച്ചുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ കേൾക്കുവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതാണ് അതിൻ്റെ ആശയം എന്ന് ഓർത്തിരിക്കുക. ഈ സെൻറ്റൻസിൽ പറയുന്നത് ഐ ആം എബൌട്ട് ടു ഗോ ഔട്ട് എന്ന് വെച്ചാൽ ഞാൻ ഉടനെ പുറത്ത് പോകും എന്ന് പറയുന്നൊരു ആശയമാണ് ആ സെൻറ്റൻസിനുള്ളത്. അതായത് ഞാൻ ഉടനെ പുറത്ത് പോകാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ ആശയം. അപ്പോൾ അത് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലൂടെ നോക്കാം. ലുക്ക് അറ്റ് ദ മങ്കി, ഇറ്റ്സ് എബൌട്ട് ടു ജമ്പ്. ആ മങ്കി നോക്കൂ, അത് ഉടനെ ചാടും, അല്ലെങ്കിൽ അത് ചാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് ഇറ്റ്സ് എബൌട്ട് ടു ജമ്പ്. അത് ചാടാൻ പോവുകയാണ്, ജമ്പ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എബൌട്ട് ടു കൊടുത്തിരിക്കുന്നത് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചാടും എന്നൊരാശയമാണ് ആ സെൻറ്റൻസുകൾ എബൌട്ട് ടു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ഹറി, ദ ഷോപ്സ് എബൌട്ട് ടു ക്ലോസ്. അതായത് പെട്ടെന്ന് റെഡിയാകുക, ഷോപ്പ് ഉടനെ തന്നെ അടയ്ക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഹറി പെട്ടെന്ന് റെഡിയാകുക. ഹറി എന്ന് വെച്ചാൽ അറിയാമെന്ന് വിചാരിക്കും, പെട്ടെന്ന് റെഡി, ആ ഒരു തിടുക്കത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹറി, ദ ഷോപ്സ് എബൌട്ട് ടു ക്ലോസ്. ഷോപ്പ് ഉടനെ തന്നെ അടയ്ക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ എബൌട്ട് ടു ഈ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ 5-10 മിനിറ്റിനകത്ത് ആ കട അടയ്ക്കും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എബൌട്ട് ടു ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. ഇറ്റ്സ് 8:25, യു ആർ അബൌട്ട് ടു മിസ് യുവർ ട്രെയിൻ. ഇത് 8:25 നീ നിൻ്റെ ട്രെയിൻ മിസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിൻ്റെ ട്രെയിൻ മിസ് ചെയ്യും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണത്. അപ്പോൾ അവിടെ എബൌട്ട് ടു കൊടുത്തിരിക്കുന്നത് അതായത് സംഭവിക്കാൻ പോകുന്നത്, അത് ഉടനെ തന്നെ നീ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ടോണിൻ, അതായത് സംസാരിക്കുന്ന ആ കോൺവെർസേഷൻ്റെ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് താമസിച്ചു നിൻ്റെ ട്രെയിൻ മിസ് ചെയ്യും എന്ന് പറഞ്ഞൊരു ആശയമാണ് ആ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ദ സ്കൈ ഈസ് ഡാർക്ക്, ഐ തിങ്ക് ഇറ്റ്സ് എബൌട്ട് ടു റെയിൻ. അതായത് ആകാശം ഡാർക്കായിരിക്കുക, ഐ തിങ്ക് ഇറ്റ്സ് എബൌട്ട് റെയിൻ. ഉടനെ മഴ പെയ്യും, അല്ലെങ്കിൽ മഴ പെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെയും എബൌട്ട് കൊടുത്തിരിക്കുന്നത് അതായത് മഴ ഉടനെ പെയ്യും എന്ന് പറഞ്ഞൊരു ആശയമാണ് ഈ എബൌട്ട് ടു അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെൻറ്റൻസിൽ നോക്കാം. ടേൺ ഓഫ് യുവർ ഫോൺ, ദ കൺസേർട്ട് ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. നിൻ്റെ ഫോൺ ഓഫ് ഈ കൺസേർട്ട് ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. അതായത് കൺസേർട്ട് എന്ന് വെച്ചാൽ മ്യൂസിക് പരിപാടി, അവിടെ പോയിരിക്കുന്ന 2 പേര് സംസാരിക്കുന്ന സംസാരമാണ്. ദ കൺസേർട്ട് ഈസ് എബൌട്ട് ടു സ്റ്റാർട്ട്. കൺസേർട്ട് ആ പരിപാടി ഉടനെ തന്നെ തുടങ്ങും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എബൌട്ട് ടു കൊടുത്തിരിക്കുന്നത് 5-10 മിനിറ്റിനകത്ത് പരിപാടി തുടങ്ങും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എബൌട്ട് ടു കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞിട്ട് വെരി സൂൺ എന്ന് പറയുന്ന ആശയത്തിലോട്ട് നമ്മൾ സംസാരിക്കുക എബൌട്ട് ടു യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സംഭാഷണം നോക്കാം. ഐ ആം എബൌട്ട് ടു ഗോ ഓൺ വെക്കേഷൻ. അതായത് ഞാനിങ്ങനെ പറയുന്നതാണ്, ഞാൻ ഞാൻ ഉടനെ, അതായത് കമ്മിങ് ഡേയ്സിൽ ഞാൻ വെക്കേഷന് പോകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ് ഐ ആം എബൌട്ട് ടു ഗോ ഓൺ വെക്കേഷൻ. അതായത് ഞാൻ അവിടെ എബൌട്ട് ടു ചേർത്ത് പറഞ്ഞതിൻ്റെ കാരണം കമ്മിങ് ഡേയ്സിലോ, അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ, വരുന്ന മാസത്തിലോ, വരുന്ന 2 മാസത്തിലോ ഞാൻ ആ ഗ്യാപ്പിനിടയിൽ ഞാൻ വെക്കേഷന് പോകും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ ഞാൻ എബൌട്ട് ടു ചേർത്ത് പറഞ്ഞിരിക്കുന്ന ആശയം എന്തെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് അല്ല, 5-10 1 മണിക്കൂർ നടക്കുന്ന സംഭവത്തിൻ്റെ ആശയത്തിനല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെരി സൂൺ, കമ്മിങ് വീക്സിലോ കമ്മിങ് മന്തിലോ ഞാൻ പോകും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ എബൌട്ട് ടു ഞാൻ ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എബൌട്ട് ടുവിൻ്റെ മുന്നിൽ നമ്മൾ ജസ്റ്റ് ചേർത്ത് ആഡ് ചെയ്ത് പറഞ്ഞാൽ ഉടനെ പെട്ടെന്ന് തന്നെ ആ കാര്യം നടക്കാൻ പോകുന്നു എന്നൊരാശയം ആ സെൻറ്റൻസിന് വരും. ജസ്റ്റ് നമുക്ക് നോക്കാം, അങ്ങനത്തെ ഒരു സെൻറ്റൻസ് നോക്കാം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സിറ്റ് ഡൗൺ, ഇറ്റ്സ് ജസ്റ്റ് എബൌട്ട് ടു സ്റ്റാർട്ട്. ഇത് നമ്മളൊരു പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ എൻ്റെ ബ്രദറിനോട് പറയുകയാണെങ്കിൽ നീ ഇരിക്കെ, പരിപാടി ഉടനെ തുടങ്ങും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ ഞാൻ എബൌട്ട് ടുവിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന ആഡ് വെർബാണ്. അത് ആഡ് ചെയ്താൽ ഉടനെ തന്നെ ആ സംഭവം നടക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ ആശയം. അതായത് സിറ്റ് ഡൗൺ ഈസ് ജസ്റ്റ് അബൌട്ട് ടു സ്റ്റാർട്ട്, പരിപാടി ഇപ്പോൾ തുടങ്ങും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇത്രയും സെൻറ്റൻസുകൾ നമുക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് പ്രസൻറ്റ് ടെൻസിലെ സെൻറ്റൻസുകളായിരുന്നു. ഇനി നമുക്കൊരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് നോക്കാം. ജസ്റ്റ് നോക്കാം. നമ്മളെല്ലാ ടെൻസുകളിലും ഇത് ഉപയോഗിക്കും നമ്മൾ പറഞ്ഞല്ലോ. പാസ്റ്റ് ടെൻസിലൊരു സെൻറ്റൻസ് നോക്കാം. ജസ്റ്റ് നോക്കാം. ഐ ഹാഡ് ടു ഹറി, ദേ വെയർ അബൌട്ട് ടു ക്ലോസ് ഫോർ ദ നൈറ്റ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ പോയ കാര്യം പറയുമായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഐ ഹാഡ് ടു കറി, എനിക്ക് പെട്ടെന്ന് പോവേണ്ടി വന്നു. ദേ വെയർ അബൌട്ട് ടു ക്ലോസ് ഫോർ ദ നൈറ്റ്. അവർ രാത്രിയിൽ ഞാൻ പോയ കട ക്ലോസ് ചെയ്യാൻ പോവുകയായിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ ദേ വെയർ അബൌട്ട് ടു ക്ലോസ് ഫോർ ദ നൈറ്റ്, അവിടെയും എബൌട്ട് ടു ചേർത്തിരിക്കുന്നത് അവർ രാത്രി കട അടയ്ക്കാൻ പോവുകയായിരുന്നു, ഉടനെ തന്നെ അടയ്ക്കാൻ പോവുകയായിരുന്നു എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ
എബൌട്ട് ടു നമ്മൾ ചേർത്തിരിക്കുന്നത്. സോ അപ്പോൾ ഒരാശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ സെൻറ്റൻസുകൾ എബൌട്ട് ടു കാണുമ്പോൾ വേറെ എബൌട്ടിൻ്റെ അർത്ഥം വെച്ച് നിങ്ങൾ വേറെ തരത്തിൽ ചിന്തിച്ച് പോകല്ലേ. സോ ഓർത്ത് വെച്ചിരിക്കുക, അതൊരു ഫ്രേസാണ്, അതങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ അപ്പോൾ ഫ്യൂച്ചർ ടെൻസിലെ ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒന്ന് നോക്കാം. യു വിൽ ഡിസ്റ്റർബ് ഹെർ ഇഫ് യു കാൾ അറ്റ് 9:30 tonight. ഷീ വിൽ ബി എബൌട്ട് ടു ഗോ ടു ബെഡ്. അതായത് നീ 9:30 രാത്രി അവളെ വിളിച്ചാൽ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ ആവും. ആ സമയത്ത് അവൾ ഷീ വിൽ ബി എബൌട്ട് ടു ഗോ ടു ബെഡ്. ആ സമയത്ത് അവൾ കിടക്കാൻ പോകുന്ന സമയമായിരിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അതായത് അവിടെയും എബൌട്ട് ടു ചേർത്തിരിക്കുന്നത്. ആ സമയത്ത് അവൾ ഉടനെ മീൻസ് ആ സമയത്ത് ആ ഒരു ഗ്യാപ്പിനിടയിൽ പെട്ടെന്ന് തന്നെ അവൾ ഉറങ്ങാൻ പോകുന്ന സമയമായിരിക്കും എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എബൌട്ട് ടു നമ്മൾ സെൻറ്റൻസിൽ ചേർത്തിരിക്കുന്നത്. സോ അപ്പോൾ ഇത്രയും പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എബൌട്ട് ടുവിനെ പറ്റി ഒരു ആശയം പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാ ടെൻസിലും വരും. നമ്മൾ ജസ്റ്റ് ഇപ്പം പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞു, പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു, ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞു, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ വരും. ഇനി കുഡിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മൈറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ സമയത്തൊന്നും കൺഫ്യൂസ് ആകല്ലേ. ആ എബൌട്ടിൻ്റെ ആശയം, ആ സെൻറ്റൻസ് എന്താണെന്ന് വായിച്ച് നോക്കുക. മൂവീസൊക്കെ ആണെങ്കിൽ അത് പറയുന്നത് എന്താണെന്ന് നോക്കുക. സോ ജസ്റ്റ് ഒന്ന് ഒരു വട്ടം നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരാശയം പിടികിട്ടും. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.